തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ലിഫ്റ്റിൽ 2 മണിക്കൂറിലേറെ കുടുങ്ങിയ സംഭവത്തിൽ വിമാനത്താവള അധികൃതരും CISFും മോശമായ രീതിയിലാണ് പെരുമാറിയതെന്ന് നാരായണൻ രവീന്ദ്രൻ. തങ്ങൾക്ക് വേണ്ട മെഡിക്കൽ സഹായമോ നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാരായണൻ രവീന്ദ്രൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. 30 വർഷത്തിലേറെയായി ഷാർജയിൽ താമസിക്കുകയാണ് 59-കാരനായ രവീന്ദ്രൻ നാരായണനും ഭാര്യ സജിനിയും. ഇതിനിടെ ഒട്ടേറെ തവണ വിവിധ വിമാനത്താവളങ്ങൾ സന്ദർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു അനുഭവം ഇതാദ്യമായാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 1:15 ലിഫ്റ്റിൽ കുടുങ്ങി ഹൃദ്രോഗിയായ തനിക്കും ഭാര്യയ്ക്കും വേണ്ട മാനസിക പിന്തുണയോ സഹായങ്ങളോ നൽകാൻ തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ തയ്യാറായില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. താനാണ് ലിഫ്റ്റിൽ നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചത്. ഞാൻ ഈ 2 മണിക്കൂർ അവരുമായിട്ട് എങ്ങനെയൊക്കെ ടോളറേറ്റ് ചെയ്ത് പോകാമോ മാക്സിമം ഞാൻ നോക്കി. ആഫ്റ്റർ 1.5 hour പിന്നെ ഞാൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു. ഫയർഫോഴ്സിനെ ഞാനാണ് വിളിച്ചത്. എയർപോർട്ടിൽ നിന്ന് അങ്ങനെ റെസ്പോണ്ട് ഉണ്ടായില്ല. പിന്നെ അവരെപ്പോഴും അത് മെക്കാനിസത്തിൽ കൂടെ അത് സ്ട്രേറ്റ് ചെയ്യാനേ അവർ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് കുടുങ്ങിയവരെ എത്രയും പെട്ടെന്ന് വെളിയിൽ കൊണ്ടുവരണമെന്നുള്ള ആ ഒരു കേസ് അവർ ചിന്തിച്ചില്ല. രാജ്യാന്തര ടെർമിനൽ ലിഫ്റ്റ് നന്നാക്കാനുള്ള സാങ്കേതിക വിദഗ്ധർ ഇല്ലാതിരുന്നതാണ് തങ്ങൾ 2 മണിക്കൂർ കുടുങ്ങാൻ കാരണമായതെന്ന് രവീന്ദ്രൻ പറഞ്ഞു. പരമാവധി വിമാനത്താവള അധികൃതരുമായി ചേർന്ന് പോകാൻ തങ്ങൾ ശ്രമിച്ചു. പിന്നീട് താൻ തന്നെയാണ് ലിഫ്റ്റിന്റെ ഗ്ലാസ് പൊട്ടിക്കാൻ തുടങ്ങിയത്. 1 മണിക്കൂറിന് ശേഷം ലിഫ്റ്റിനുള്ളിൽ താൻ മാനസികമായി തളർന്നു പോയെന്ന് സജിനി പറഞ്ഞു. ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയത്. എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ, എങ്ങനെ തിരിച്ചു വന്ന് ഇവരെല്ലാം കാണാൻ പറ്റുമോ, ആകെ അവസാന നിമിഷം ഞാൻ കുഴഞ്ഞു വീഴാൻ പോയ കണക്കായി. ഞാൻ സൂട്ട് കേസിൻ്റെ പുറത്ത് കയറിയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇതൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നുണ്ടപ്പോൾ ഇനി ഗ്ലാസ്സൊക്കെ തറയെ വീണുവോ കാല് മുറിയോ അങ്ങനെയൊക്കെ ഉള്ളതായിപ്പോയി. സംഭവത്തിന് ശേഷം ഒരു ക്ഷമാപണം നടത്താനുള്ള മര്യാദ പോലും വിമാനത്താവള അധികൃതർ കാണിച്ചില്ലെന്ന് രവീന്ദ്രൻ ആരോപിച്ചു. ഫയർഫോഴ്സ് ലിഫ്റ്റിൽ നിന്ന് ഇറക്കിയ തങ്ങളെ എത്രയും വേഗം വിമാനത്തിൽ കയറ്റാനാണ് അധികൃതർ ശ്രമിച്ചത്. ഇനി ഒരിക്കലും ആർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുതെന്നാണ് രവീന്ദ്രൻ നാരായണന്റെയും ഭാര്യ സജിനിയുടെയും പ്രാർത്ഥന. മനോരമ